നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാൻ പറ്റും. ഇതാണ് JBCയിലെ തന്നെ ഏറ്റവും വലിയ മാളായ സർക്കിൾ മാള്. ഇവിടെ ഞാനൊരു ടൈമർ ഓണാക്കി വെച്ചിട്ടുള്ള എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഇൻവെസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എൻഡ് യൂസിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനാണ് JBC എന്നുള്ളത്, ജുമേറ വില്ലേജ് സർക്കിൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിൽ ട്രാൻസാക്ഷൻ നടന്ന ഒരു ഏരിയയാണ്. ഇതിനൊരു കാരണം നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫിക്കലി ദുബായിൻ്റെ സെൻട്രൽ ലൊക്കേഷനാണ് ഈ JBC. അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ദുബായിൻ്റെ എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും ഒരു 15 to 20 മിനിറ്റ്സിൽ നമുക്ക് എത്താൻ പറ്റും. കാരണം ഇതിന് ചുറ്റുഭാഗത്തും മെയിൻ ഹൈവേസ് ആണ് വരുന്നത്. ഒരു ഭാഗത്ത് അൽഖേൽ റോഡ് വരുന്നുണ്ട്, ഇതിന് വലത്തെ ഭാഗത്താണെങ്കിൽ ഹെസ് വരുന്നുണ്ട്, നമുക്ക് താഴോട്ടാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വരുന്നത്. സോ ചുറ്റുപാടും ഇതിൽ 3 മെയിൻ ഹൈവേസ് ആണ്. നമുക്ക് ഹൈവേയിലേക്ക് കയറിയാൽ ദുബായിലേക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു ബൂമിങ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഡിമാൻഡ് ഈ ഒരു JBCക്ക് വരാൻ കാരണം. പിന്നെ ഇപ്പം JBCയിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ട്രാഫിക്കാണ്. കാരണം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ അത്രയും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും കൺജസ്റ്റഡ് ആണ്. എന്നാൽ ഈ കൺജഷൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും JBCയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോർണർ പ്ലോട്ട്സ് സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം നമുക്കിപ്പോൾ പിന്നെ ഹെസയിലേക്കാണെങ്കിലും മൽഖേൽ റോഡിലേക്കാണെങ്കിലും ഒക്കെ എക്സിറ്റും ആൻഡ് എൻട്രി പോയിന്റ്സ് വരുന്നുണ്ട് JBCന്ന്. സോ ഈ എൻട്രി എക്സിറ്റ് പോയിന്റിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്സിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. കാരണം ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ട്രാഫിക്കിലൊന്നും കുടുങ്ങാതെ ഹൈവേയിലേക്ക് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഈ ഹെസ എൻട്രി ആൻഡ് എക്സിറ്റിന്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ കോർണർ പ്ലോട്ടിൽ ഇപ്പോൾ ടൈഗർ ഓറസ്റ്റ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് കൊണ്ടുവരുന്നുണ്ട്. ടൈഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 250ഓളം പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത ഡെവലപ്പറാണ്. വേറൊരു ഡെവലപ്പറും അത്രയും ഒരു കംപ്ലീഷൻ ഇവിടെ ദുബായിൽ കൊണ്ടുവന്നിട്ടില്ല. സോ ടൈഗറിന്റെ ഓറസ്റ്റ എന്നുള്ള ബിൽഡിംഗ് ഏകദേശം 63 ഫ്ലോർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ 3 ബേസ്മെൻറ്റ്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ, 4 പോഡിയം, പിന്നെ അതിൻ്റെ മുകളിലേക്ക് 4 ഓഫീസ് ബിൽഡിംഗ്. സോ പിന്നെ 63 ബിൽഡിംഗ് റെസിഡൻഷ്യൽ, 63 ഫ്ലോർ റെസിഡൻഷ്യൽ ഫ്ലോറാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു എലിവേഷൻ റിലേഷൻ 10ാമത്തെ ഫ്ലോറിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഞാനിപ്പോൾ അതിൻ്റെ ലൊക്കേഷനിലാണ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ലൊക്കേഷൻ. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഹെസ സ്ട്രീറ്റ് എന്നുള്ളത്. സോ പിന്നെ JBCയിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് വരും. സോ നമുക്ക് നമ്മുടെ വ്യൂ നമുക്ക് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരികയാണ്, നമുക്ക് വ്യൂ മിസ്സാവുകയാണ്. പക്ഷേ ഈ ഒരു കോർണർ പ്ലോട്ട് എടുത്താലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒബ്സ്ട്രക്ഷനും നമുക്ക് വരുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളൊന്നും വരില്ല. അവിടെ തൊട്ട് എടുത്ത് 2 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലാണ് നമുക്ക് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ സർക്കിൾ മാൾ കാണിച്ചിരുന്നു. സർക്കിൾ മാളിൽ നിന്ന് വെറും 2-3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നെത്താവുന്ന ദൂരത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്കമിങ് മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. തൊട്ടടുത്ത് ഒരു 3 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ, 4 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് മെട്രോ സ്റ്റേഷനും വരുന്നുണ്ട്. പിന്നെ ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഡിസ്കൗണ്ട് വേണോ ഡിസ്കൗണ്ട് ഉണ്ട്. പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെന്റ് വേണോ നമുക്ക് 5 വർഷത്തെ പേയ്മെന്റ് പ്ലാൻ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പ്രൈസ് റേഞ്ച് ആണെങ്കിലോ ഒരു 2 കൊല്ലം മുന്നത്തെ പ്രൈസ് റേഞ്ച്, അഥവാ 1 ബെഡ് ഒക്കെ കിട്ടുന്നത് ഏകദേശം 7 ലക്ഷം ദിറംസിനാണ്. സോ ഒരു ഇൻവെസ്റ്ററിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ബെസ്റ്റ് ലൊക്കേഷനിൽ ഒരു കോർണർ യൂണിറ്റിൽ ടൈഗർ പോലത്തെ ഒരു ഡെവലപ്പറാണ് ഇത്രയും ഒരു ഹൈ ഫ്ലോർ